പുൽപ്പള്ളി വേലിയമ്പത്ത് തൊഴുത്തിൽ കെട്ടിയിരുന്ന മൂരിക്കിടാവിനെ കാട്ടാന ആക്രമിച്ചു. വേലിയമ്പം കൊരിഞ്ഞിവയൽ രാധാകൃഷ്ണന്റെ 3 വയസ്സ് പ്രായമായ മൂരിക്കിടാവിനെയാണ് ആക്രമിച്ചത്. ആനയുടെ കൊമ്പുകുത്തി മൂരിക്കിടാവിന് ഗുരുതരമായി പരിക്കേറ്റു. ഇന്ന് പുലർച്ചെയാണ് നെയ്ക്കുപ്പ വനത്തിൽ നിന്നും കാട്ടാന തൊഴുത്തിൽ കെട്ടിയ മൂരിക്കിടാവിനെ ആക്രമിക്കുകയും തൊഴുത്ത് പൂർണ്ണമായി തകർക്കുകയും ചെയ്തത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. പുൽപ്പള്ളി മൃഗാശുപത്രിയിലെ സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ KS പ്രേമന്റെ നേതൃത്വത്തിൽ മൃഗസംരക്ഷണ വകുപ്പിലെ ജീവനക്കാരെത്തി മൂരിക്കിടാവിന് ചികിത്സ നൽകി. ഇന്നലെ രാത്രിയോടെ നെയ്ക്കുപ്പ വനത്തിൽ നിന്നിറങ്ങിയ കാട്ടാനയാണ് മൂരിക്കിടാവിനെ ആക്രമിച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു. പുൽപ്പള്ളി പ്രദേശമായിട്ടുള്ള കുറിച്ചിപ്പറ്റ അതുപോലെ തന്നെ പാക്കം വെളുകൊല്ലി പ്രദേശത്ത് കാട്ടാനയുടെ രൂക്ഷമായ ശല്യം വർദ്ധിച്ചു വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട് യാത്രക്കാർക്കും അതുപോലെ തന്നെ ആ പ്രദേശത്തെ ഓരോ ജീവനും ഭീഷണിയായി നിലനിൽക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ ഉണ്ടായിട്ടുള്ള ഒരു കട ആന ആക്രമിക്കുകയാണ് ചെയ്തത്. ഷട്ടറടക്കം പൊളിച്ചുകൊണ്ട് ഭിത്തിയടക്കം ചവിട്ടി പൊളിക്കുന്ന സ്ഥിതിയാണുള്ളത്. അവിടെ ശൈലേഷ് എന്ന് പറയുന്ന വ്യക്തി എന്തോ ഒരു ഭാഗ്യത്തിലാണ് രക്ഷപ്പെട്ടു പോയിട്ടുള്ളത്. ഇങ്ങനെ വന്യമൃഗശല്യം മൂലം വലിയ ഭീഷണി നിലനിൽക്കുന്ന ഈ പ്രദേശത്ത് വനം വകുപ്പ് അടിയന്തരമായിട്ട് ഇടപെട്ടുകൊണ്ട് ആ ആനയെ കുങ്കിയാനയാക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇതിനെ മറ്റ് കേന്ദ്രത്തിലേക്ക് മാറ്റുകയോ മയക്കുപിടി വെച്ചുകൊണ്ട് ചെയ്യേണ്ട അടിയന്തരമായിട്ട് ചെയ്തില്ലെങ്കിൽ അജീഷും പോളിനും സംഭവിച്ചതുപോലെ ഒരു ദുരന്തം ഇനിയും നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൃഷിക്കാർക്ക് ഇവിടെ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ആദിവാസികളടക്കമുള്ള പാവപ്പെട്ട ആളുകളടക്കം തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് ഈ പ്രദേശം. അതുകൊണ്ട് തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഇടപെട്ടുകൊണ്ട് ഈ ആനയെ ഈ മേഖലയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള മാറ്റി എവിടെയെങ്കിലും കൊണ്ടുവിടുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭം നാട്ടിലെ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഫോറസ്റ്റ് ഓഫീസ് തുറക്കാതെ അവിടെ ഉപരോധിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നാട്ടുകാർ പോകും. അതാണ് നമുക്ക് പറയാനുള്ളത്.